എല്ലാ ജനപ്രതിനിധികളെയും വളരെ ബഹുമാനത്തോടെ സ്വീകരിക്കുകയും അവർക്കൊക്കെ അപ്പോയിൻമെൻ്റ് കൊടുക്കുന്ന കാര്യത്തിൽ വളരെയധികം ഉദാര സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ MP ആയിരിക്കുമ്പോൾ അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാൻ MP ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ ബഡ്ജറ്റ് നിർമ്മാണ വേളയിൽ പോലും അദ്ദേഹം അപ്പോയിൻമെൻറ്റ് വരും. അതിപ്പോൾ എനിക്ക് മാത്രമല്ല എല്ലാ MP മാർക്കും അങ്ങനെയായിരുന്നു. അപ്പോൾ MP ജനപ്രതിനിധികളെ ഇത്രയേറെ ബഹുമാനിച്ച ഒരു ഭരണകർത്താവ് അത് ഡോക്ടർ മൻമോഹൻ സിംഗ് മാത്രമായിരുന്നു. രണ്ടാമത്തത്, അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ സ്ഥാനം എല്ലാം കഴിഞ്ഞ് നേരെ ധനകാര്യമന്ത്രിയായതാണ്. കോൺഗ്രസിൻ്റെ താഴെ തട്ടിലൊന്നും അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ മരണം വരെ അച്ചടക്കമുള്ളൊരു കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പോലെ പാർട്ടി അച്ചടക്കം പരിപാലിച്ച മറ്റൊരു നേതാവില്ല എന്ന് തന്നെ പറയാം. പാർട്ടിയുടെ ലക്ഷ്മണരേഖയ്ക്ക് അപ്പുറം അദ്ദേഹം ചലിച്ചിട്ടില്ല. ഒരു ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ രാജ്യത്ത് സാമ്പത്തിക മേഖലയിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തിയ അദ്ദേഹമാണ്. പക്ഷെ അതിന് പ്രത്യേകത ഉണ്ടായിരുന്നത് സാമ്പത്തിക ഉദാരവൽക്കരണം. അദ്ദേഹം സാധാരണക്കാരനെ മറന്നുകൊണ്ടുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടില്ല. ഇപ്പോൾ ഈ ധനകാര്യ രംഗത്തിൽ മാറ്റം വരുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം എപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞത്, ലാഭത്തിലോടുന്നതും ലാഭത്തിലോടിക്കാൻ സാധ്യതയുള്ളതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അതിൽ തന്നെ നിലനിർത്തണം, എന്നാൽ കനത്ത നഷ്ടത്തിലേക്ക് പോകുന്നത് മാത്രമേ